ഉറുമ്പുകളുടെ ശല്യം 100% കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് ഇത്രയും ഭക്തന്മാർ എത്തൂലല്ലോ. ഈ ലോകത്ത് തന്നെ ഇല്ലാന്ന് പറയാം ഇങ്ങനെ ഒരു ഉറുമ്പിനെ ആരാധിക്കുന്ന ക്ഷേത്രം. ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ചെറിയ ഏരിയയിൽ ഇടക്കാടംശത്തിലുള്ള കുറ്റിക്കന്തരൂരുള്ള വെറും നിസ്സാരക്കാരെന്ന് നമ്മൾ പുച്ഛിച്ചു തള്ളാറുള്ള ഉറുമ്പുകളെ ദൈവമായി ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒന്നുമല്ല, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ്. ശ്രീകോവിലോ വിഗ്രഹമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ഒരു ക്ഷേത്രം. ഉറുമ്പുകളുടെ അദൃശ്യ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തറയും വിളക്കും മാത്രമാണ് ഇവിടെയുള്ളത്. കണ്ണൂർ ജില്ലയിലെ തോട്ടടയിൽ നിന്നും കിഴുന്നപ്പാറയിലേക്ക് പോകുന്ന റോഡിൽ കുറ്റിക്കകം എന്ന സ്ഥലത്താണ് ഉറുമ്പച്ചൻ കോട്ടം സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലെ ഉറുമ്പ് ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനായി ദൂരനാടുകളിൽ നിന്ന് പോലും ഭക്തർ ഈ ക്ഷേത്രത്തിലെത്താറുണ്ട്. ഉറുമ്പച്ചൻ കോട്ടത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നാളികേരം സമർപ്പിച്ചാൽ ഉറുമ്പ് ശല്യം ഒഴിഞ്ഞുപോകും എന്നാണ് വിശ്വാസം. ഭക്തരെത്തിക്കുന്ന നാളികേരം പൂജാരിയാണ് ഉടയ്ക്കുക. ശേഷം നാളികേരത്തിനുള്ളിലെ വെള്ളം ക്ഷേത്രത്തിലെ തറയിൽ ഒഴുക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ഉറുമ്പുകൾ പ്രസാദിക്കുമെന്നും പറയപ്പെടുന്നു. സംക്രമ ദിവസവും മണ്ഡലകാലത്തും മറ്റും നടക്കുന്ന വിശേഷ പൂജാ സമയത്താണ് കൂടുതലായി ആളുകൾ നാളികേരവുമായി ഇവിടെ എത്താറുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉദ്യമംഗലം ബാബുക്കോമരം. ഗണപതിക്ഷേത്രത്തിലെ പരദേവതയുടെ നർത്തകനാണ് ഞാൻ. വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ ഉറുമ്പുണ്ടായാൽ ഭക്തന്മാർ നേർച്ച കൂട്ടിയിട്ട് ഇവിടെ വന്ന് തേങ്ങയുടെ വെള്ളം അർപ്പിച്ച് മടങ്ങി തിരിച്ചു പോകുന്നതിനിടയ്ക്ക് തന്നെ അവിടെ ഫലം അറിയുന്നുണ്ട്. ഉറുമ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഉറുമ്പുള്ള സ്ഥലത്തിലൊക്കെ തേങ്ങ ഉഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു ദിവസം അവിടെ പൂജാ റൂമിൽ വെക്കണം. എന്നിട്ട് സംക്രമത്തിന്റെ ദിവസം വൈകുന്നേരം ഇവിടെ ഉദയമംഗലം ഗണപതിക്ഷേത്രത്തിൽ വന്ന് തേങ്ങ പുറത്ത് വെച്ച് ആ ഭക്തൻ എല്ലാ വാക്കും പ്രാർത്ഥിച്ചതിന് ശേഷം 10 രൂപ കൊടുത്ത് റെസീറ്റാക്കിയതിന് ശേഷം പൂജാരികളോടുകൂടി വരണം. ഇവിടെ മൂർത്തികളിൽ ഉറുമ്പച്ചൻ എന്ന ഒരു സങ്കല്പവും ഗുരുസ്ഥാനം എന്ന സങ്കല്പവും സുബ്രഹ്മണ്യൻ എന്ന സങ്കല്പമുണ്ട്. ഇവിടെ ഉറുമ്പിനെ ആരാധിക്കാൻ തുടങ്ങിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഗ്രാമത്തിലെ വിഘ്നങ്ങൾ നീക്കി അഭിവൃദ്ധി കൈവരിക്കാൻ ഒരു ഗണപതി ക്ഷേത്രം പണിയണമെന്ന് ഭക്തർക്ക് മോഹം തോന്നി. പണ്ഡിതരെയും ജ്യോതിഷരെയും വിളിച്ചുവരുത്തി അവർ തങ്ങളുടെ ആവശ്യമറിയിച്ചു. തുടർന്ന് ഗണപതി ക്ഷേത്രം പണിയാനുള്ള സ്ഥാനം കണ്ട് കുറ്റിയടിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം അവിടെ എത്തിയ ഭക്തരെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയാണ്. ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി കുറ്റിയടിച്ച സ്ഥാനത്ത് ഒരു ഉറുമ്പും കൂട്. കുറ്റിയാകട്ടെ മറ്റൊരു സ്ഥലത്ത് മാറിക്കിടന്നിരുന്നു. വീണ്ടും പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ കുറ്റി മാറിക്കിടന്ന സ്ഥലത്ത് ഗണപതി കോവിലും ഉറുമ്പിൻ കൂട് കണ്ട സ്ഥലത്ത് ഉറുമ്പുകളെ ആരാധിക്കാൻ ഒരു ക്ഷേത്രവും നിർമ്മിച്ചു. അങ്ങനെയാണ് ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന് സമീപം ഉറുമ്പച്ചൻ കോട്ടം എന്ന ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന്റെ ആരൂഢ സ്ഥാനമാണ് ഉറുമ്പച്ചൻ കോട്ടം. ഉദയമംഗലം ക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോൾ എല്ലാ മാസവും നിവേദ്യം ആദ്യം നൽകുന്നത് ഉറുമ്പുകൾക്കാണ്. ഉറുമ്പച്ചൻ കോട്ടത്തിൽ പൂജ ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ പൂജ തുടങ്ങുന്നത്. കൂടാതെ ഉറുമ്പച്ചൻ കോട്ടത്തിൽ സുബ്രഹ്മണ്യന്റെ ചൈതന്യം കൂടിയുണ്ടെന്നും വിശ്വാസമുണ്ട്. അതിനാൽ എല്ലാ ദിവസവും ഇവിടെ വിളക്കുവെക്കുന്ന പതിവുമുണ്ട്. വിശ്വാസമോ അന്ധവിശ്വാസമോ ആകട്ടെ, ഇവിടെ എത്തുന്ന ഭക്തർക്ക് കാര്യസിദ്ധി ഉറുമ്പച്ചൻ നൽകുന്നു. മനുഷ്യന്മാർ തമ്മിൽ പോരടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെറും നിസാരമാണെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ സഹജീവിയായ ഉറുമ്പിന് പോലും പ്രാധാന്യം കൊടുത്ത് സംരക്ഷിച്ച പഴമയുടെ നന്മയ്ക്കും സഹജീവി സ്നേഹത്തിനും ഉത്തമ ഉദാഹരണമായി ഉറുമ്പച്ചൻ കോട്ടം നിലകൊള്ളുമ്പോൾ അറിയാതെ ഒരു വേള ശിരസ് നമിച്ചു പോകുന്നു.